നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വിക്രവും രാഹുലും കൂടെ ജയിലിൽ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, അങ്കിളെ, എനിക്ക് 25 വയസ്സിന് ശേഷം ദശാസന്ധി ആണെന്ന് അറിയാൻ കഴിഞ്ഞ് എൻ്റെ മുത്തശ്ശി എവിടെയോ പോയി ജോത്സ്യനെ കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞാന്ന്. അതുകൊണ്ട് എൻ്റെ കാര്യമൊക്കെ ഇനി ഇപ്പൊ കണക്കാന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, എടാ, എനിക്ക് പിന്നെ ആ ഒരു ടെൻഷനില്ല. എന്ത് വന്നാലും എനിക്കിനിയിപ്പം നേട്ടങ്ങളൊന്നും വേണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. കാരണം എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കിയതിന് ശേഷമേ ഞാൻ ഇതിനകത്തേക്ക് കയറുള്ളൂ. ആ കല്യാണി ഇല്ലാതാക്കിയിട്ട് കിരണിനെ എൻ്റെ മോളെ തമ്മിൽ ഒന്നിപ്പിക്കണം. അതാ എൻ്റെ മനസ്സിലുള്ള ഏക ആഗ്രഹം എന്ന് പറഞ്ഞു. അത് നടക്കുക തന്നെ ചെയ്യും, നീ കണ്ടോടാ വിക്രം എന്നൊക്കെ പറയണം. ഈ സമയത്ത് കിരണ് ചന്ദ്രസേനെ രൂപയും കാണാൻ വന്നു. പിന്നീട് അവരോട് പറഞ്ഞു, അതെ, ആ രാഹുലുണ്ടല്ലോ, അയാള് പരോളിന് ഇറങ്ങുക, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേനം പറഞ്ഞു, എടാ, ഞാനല്ല സൂക്ഷിക്കണ്ടേ, നീയും കല്യാണിയും നന്നായിട്ട് സൂക്ഷിക്കണ്ടേ. അതല്ല അച്ഛാ, മുമ്പ് അച്ഛനെ കൊല്ലാനായിട്ട് വന്നവനാണല്ലോ അവന്. അപ്പൊ മിക്കവാറും പരോളിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, അല്ല മോനെ, ആ സരയുമായിട്ട് മിക്കവാറും അവൻ കാണുമായിരിക്കും. സരയും സരുവിന്റെ അമ്മ എല്ലാം കണക്കാണല്ലോ, ഈ പറയുന്ന രാഹുലിനോടൊപ്പം ചേരുമായിരിക്കും എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതിനുള്ള വഴിയില്ല. കാരണം ഇപ്പൊ അവൾക്ക് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ദേഷ്യമാണ്. അവളുടെ അച്ഛനാണ് അവളുടെ ജീവൻ നശിപ്പിച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ പറയാറുണ്ട്. മനോഹരനെ കൊണ്ട് പരിചയപ്പെടുത്തിയത് അവളുടെ അച്ഛനാണല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയം വേണ്ടെന്ന് പറഞ്ഞു. സേനം പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട സരുവിനെ. എപ്പോഴാ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാ മോനോടും മോളോടൊന്നും ഞാനിന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നേ. അവള് ചിലപ്പോൾ കൂടത്തെ നിന്നിട്ട് കുതികാല് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അല്ല, ഇടയ്ക്കിടയ്ക്ക് അവള് നേരത്തെ ജയിലിൽ പോവാറുണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയാവോ? മനോഹറിനെ തീർക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്. മനോഹറിനെ എങ്ങനെയും കൊന്നു തരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴവള് പോകുന്നില്ല. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇപ്പോഴവൾ ആ ഭാഗത്തേക്ക് പോലും പോകാത്തെ. അല്ല, ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെയും കല്യാണിയുടെയും. ഒരു കാരണവശാലും മനോഹറിനെ കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോകരുതായിരുന്നു. അത് അവൾ കുട്ടി സഹിച്ച കാര്യം ആയിരുന്നില്ല. വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. ഇപ്പൊ പക്ഷെ അവളുടെ മനസ്സിൽ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ മോനെ, പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിക്കണ്ടേ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യത്തിലോ ഒരു ടെൻഷനില്ല, പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിലാ, നിങ്ങളൊന്നും കരുതിയിരുന്നോളം പറഞ്ഞു. പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് പോയി. ആ സമയം സേനൻ രൂപയോട് പറഞ്ഞു, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. രൂപ പറഞ്ഞു, അത് ശരിയാ ചന്ദ്രൻ, ഇനി അധികം ഒന്നും പുറത്തൊന്നും ഇറങ്ങണ്ട. അയാളുടെ കാര്യം എനിക്കറിയാം, സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, ഇതൊക്കെ കൈയടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോളും അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ. ഇപ്പോഴും നമ്മുടെ കൂടെ എല്ലാത്തിനും ഏതിനും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ സ്വഭാവത്തിൽ എപ്പോഴാ മാറ്റം വരണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നീട് രാഹുൽ പരോളിന് ഇറങ്ങുവാണ്. അതിനുശേഷം സരുവിനെ കാണാനായിട്ട് വന്നു. സരുവിനോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ ആഗ്രഹം ഞാൻ എന്താണെന്ന് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ടോ അച്ഛനെ ജയിലിലേക്ക് തിരികെ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അത് അച്ഛൻ എങ്ങനെ സാധിക്കും? അത് സാധിക്കുന്ന എങ്ങനെയാന്നോ, കല്യാണിയെ ഞാൻ അങ്ങോട്ട് ഇല്ലാതാക്കും. കല്യാണിയെ തീർത്ത് കളഞ്ഞാൽ മോളുടെ ആഗ്രഹം സാധിക്കുമല്ലോ. കിരണും മോളും തമ്മിൽ ഒന്നിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അല്ല, അത് കേട്ടുകഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അതെ, പണ്ടത്തെ പോലെ ഒന്നുമല്ല, കിരൺ എന്നോട് ഇപ്പോൾ ഭയങ്കര സിമ്പതിയാ. അതുകൊണ്ട് എവിടെ പോയാലും അവനെ വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മോളുടെ കാര്യത്തിലും അതെ, എന്നെ മോളെ കൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ വേണം മോളെ. അല്ല, മോളുടെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചോദിച്ചു. അമ്മയ്ക്കറിയാം മോളെ, അങ്ങനെയാണ് അപകടമാണ്. താരി എല്ലാ കാര്യങ്ങളും പറയും. കിരണ്ണും കല്യാണി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാന്ന് പറഞ്ഞു. ഏയ്, ഈ കാര്യത്തിൽ അവര് പറയില്ല, അവരെന്റെ പെറ്റമ്മയാണ്, ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. അതിനുള്ള ഡോസ് ഞാൻ അവർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഈ സമയം സേനം പറഞ്ഞു, എനിക്ക് രൂപേനെ ഒന്ന് പോയി കാണണം. അതെന്തിനാ അച്ഛൻ രൂപ ആന്റിനെ കാണാൻ പോന്നേ? ആന്റിയെ കണ്ടിട്ട് പ്രശ്നമോ? മോളെ, എനിക്ക് നന്നായിട്ടൊന്ന് അഭിനയിക്കണം. നല്ല പിള്ള ചമയണം അവളുടെ മുന്നിൽ. എങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. നിനക്കറിയാലോ, നിന്നെ കിരണിനെ ഒന്നിപ്പിക്കാന്നുള്ള എൻ്റെ ഇപ്പം ജീവിതാഭിലാഷമാണ്. എൻ്റെ അച്ഛൻ ഇനി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതേ ആ ഗംഗാപ്രസാദിന് സംഭവിച്ച പോലെ ഒരു ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോന്നേ. അവൻ മരിച്ചു കഴിഞ്ഞാന്നാ തോന്നേ. മോളെ, അതൊക്കെ എനിക്കറിയാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രൂപേനും ചന്ദ്രസേനും കാണാനായിട്ട് ഞാൻ അവിടേക്ക് പോകുന്നത്. ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് നടപ്പാക്കായിരുന്നു. ആ മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. സാരമില്ല, അധികം വൈകാതെ തന്നെ അതുണ്ടാവും. പിന്നെ ഈ പറയുന്ന കല്യാണി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ കല്യാണിന്റെ കുഞ്ഞിനൊരു അമ്മേനെ വേണം. അതുപോലെ നിന്റെ കുഞ്ഞിനൊരു അച്ഛനെ വേണം. അപ്പൊ പിന്നെ നീയും
കിരണും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിക്കണം, അതാ വേണ്ടേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അതൊക്കെ നടക്കൂലല്ലേ, ധൈര്യമായിട്ട് പൊയ്ക്കോ മോളെ. അല്ല അച്ഛൻ്റെ ഈ പണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അത്യാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് പൈസ കിട്ടിയായിരുന്നു, അതുണ്ട്. ഇനി എന്ത് വേണേലും ഞാൻ മോളോട് ചോദിച്ചോളാന്ന് പറഞ്ഞു. അച്ഛാ പഴയതുപോലെ ഒന്നുമല്ല, എൻ്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്, എനിക്ക് നല്ല സാലറി തന്നെയാണ് കിരൺ കമ്പനി തരുന്നതെന്ന് പറഞ്ഞു. മോളെ നീ നല്ല സന്തോഷത്തോടെ കിരണിനോടൊപ്പം ജീവിക്കുന്ന കാഴ്ച എനിക്ക് ജയിലിലിരുന്നാണെങ്കിലും കാണണം, അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ തവണ പരോളിനും വന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് സരയുവിന് ആത്മവിശ്വാസം കൊടുക്കുവാണ് രാഹുല്. പിന്നീട് സരയു നേരെ കമ്പനിയിലേക്കാണ് ചെല്ലുന്നത്. അവ കല്യാണി തിരക്കിട്ട ജോലിയിലാണ്. കല്യാണി അടിച്ചു, കല്യാണി തിരക്ക് ജോലിയിലാണല്ലോ. അത് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അതിന് പ്ലാനൊക്കെ വരച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അത് ഇന്നും നാളെയൊക്കെ ചെയ്യേണ്ടതാന്ന് പറഞ്ഞു. അല്ല എന്താ സരയോന്ന് ചോദിച്ചു, നിന്റെ പിണക്കമൊക്കെ മാറിയോന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ അത് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? അതെന്താണെന്ന് നന്നായെന്ന് പറഞ്ഞിട്ട് കല്യാണി എഴുന്നേറ്റു. ഇനി എന്താണെങ്കിലും ഞാനും കിരണേണ്ണോ മനോഹറിന്റെ അടുത്തേക്ക് പോകത്തില്ല, കുഞ്ഞിനെ കൊണ്ട് കാണിക്കാനും പോകുന്നില്ല, ഞങ്ങൾ ചെയ്ത് തെറ്റായി പോയെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഞങ്ങളെ വഴക്ക് പറഞ്ഞു. രൂപാൻ്റെ പോലും സരയുവിന്റെ സൈഡായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, അതെനിക്കറിയാമെന്ന് പറഞ്ഞു. രൂപാൻ്റെ അങ്കിളും അതുപോലെ നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഗതിയിൽ എത്തി നിൽക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അത് ശരിയാ, നീ മെന്റൽ ഹോസ്പിറ്റലായ സമയത്തും അതിന് ശേഷമൊക്കെ ഞങ്ങളും നന്നായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു. ഇപ്പോഴെന്താണ് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നല്ല രീതിയിൽ തന്നെ നീ മുന്നോട്ട് ജീവിക്കണം, ഇനിയിപ്പോൾ അവനോടൊപ്പം ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് സരയുവിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. പിന്നീട് ചോദിച്ചു, അല്ല ജോലിയായിരുന്നു ചെയ്തോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അത് സാരമില്ല, നീ സംസാരിച്ചോ, നിന്റെ പിണക്കം മാറിയല്ലോ, അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി തന്നെ എനിക്ക് സമാധാനമുണ്ട്. അതെ നീ ഈ പ്ലാൻ ഒന്ന് നോക്കാൻ പറഞ്ഞു. എങ്ങനെയുണ്ടെന്ന്. അല്ല എനിക്ക് ഇതിനെക്കുറിച്ച് കൂടാനായിട്ടൊന്നും അറിയത്തില്ല കല്യാണി, ഈ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ, ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കുന്നേ, എന്നാലും നീ ഒന്ന് നോക്ക്. അതെ ഇന്ന് പോയി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട. അപ്പൊ നീ സൈറ്റിലേക്ക് പോവാണോ ഇന്ന്? അതേന്നെ സൈറ്റിലേക്ക് പോകണം. അത് കേട്ടപ്പോഴത്തേനും സരി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, അത് നീ സൂക്ഷിക്കണം കേട്ടോ. അതെന്താ? നിങ്ങളൊക്കെ ബഹാസുരൻ എന്ന് പറയുന്ന ആ രാഹുൽ ഉണ്ടല്ലോ, അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, അയാൾ അപകടകാരിയാണ്, അതുകൊണ്ട് നീയും കിരണമൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം പുറത്തിറങ്ങി നടക്കാനായിട്ട്. അപ്പോഴേക്ക് സരയുവിനോട് കല്യാണി ചോദിച്ചു, അല്ല അയാൾ വിളിക്കുകയോ മറ്റോ ചെയ്തോ നിന്നെ? ഏയ് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഒന്ന് രണ്ട് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നായിരുന്നു, ഞാൻ കോൾ എടുക്കാനും പോയില്ല, അത് അയാളായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, എന്താണെങ്കിലും അതിന് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നിനക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായല്ലോ. കാരണം കല്യാണിക്ക് സന്തോഷമായി, അയാൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവള് പറയുന്നുണ്ടല്ലോ, സൂക്ഷിക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഇവൾക്ക് തന്നോട് സ്നേഹമുണ്ട് എന്നൊരു ചിന്തയായിരുന്നു പാവം കല്യാണിയുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് സരയു അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാടി, അധികം വൈകാതെ നടപ്പിലാകും എന്നൊക്കെ ഇങ്ങനെ അങ്ങ് മനസ്സിൽ പറയാണ്. ഈ സമയത്ത് കല്യാണി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് സി ഐ മാർട്ടിൻ വീണ്ടും ലക്ഷ്മി അമ്മയുടെ കാർത്തിയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞ്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഗംഗാപ്രസാദ് അവിടെ വന്നോ ഇല്ലയെന്നോ അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു ആരോടെങ്കിലും. അതിന്റെ ആവശ്യമില്ല സാറ്, അവൻ അവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പാണെന്ന് ചോദിച്ചു. ഉറപ്പാന്ന് പറഞ്ഞു. പിന്നെ ഒരു പെൺഡ്രൈവ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് തങ്ങൾ കണക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടി വിയിലേക്ക് കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് ഒരു മാസ്ക് ഒക്കെ വെച്ച് അങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു രംഗം ഓഡിറ്റോറിയത്തിലേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ആരാന്ന് ചോദിച്ചു. അയ്യോ ഇത് ഗംഗാപ്രസാദാന്ന് ലക്ഷ്മിയമ്മ പറയണം. അവൻ അന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആ പെൺഡ്രൈവ് ഊരി മാറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമല്ലേ, അവൻ അന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സാറേ, പക്ഷെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. അവനങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടു കഴിഞ്ഞിട്ട് തീർക്കാൻ തയ്യാറായിട്ടായിരുന്നു ഞങ്ങളെല്ലാം നിന്നെ, അതെനിക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആരോ അവനെ തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അവനങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവന് തീർത്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അതാരാന്നാണ് അറിയണ്ടേ, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ചോദിച്ചു. സാറേ ഞങ്ങളിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് കാർത്തിക പറഞ്ഞു. അവനവിടെ വന്നിട്ടുണ്ടെന്ന് പോലും ഇപ്പോഴാണ് അറിയണേ. അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇത്ര മറച്ചു വെച്ചേ? അതാ പിന്നെ അവൻ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് അവനവിടെ വന്നല്ലോ. അതെ സാറേ, അവനതൊക്കെ മണത്തറിഞ്ഞു വന്നു. പക്ഷെ അവനെ പോലൊരു കൊടും ക്രിമിനല് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ ലക്ഷ്മിയമ്മ. ഇത് കേട്ടത് സി ഐ പറഞ്ഞു, അവൻ ക്രിമിനൽ ആയിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പോലീസുകാർക്ക് അവനെ കണ്ടെത്തിയേ മതിയാവുള്ളൂ, അവന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാവുള്ളൂ. ഞങ്ങൾക്ക് ഈ കേസ് അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല, കാരണം കൊലയാളിയാന്നും പറഞ്ഞിട്ട് അവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവനും ക്രിമിനലാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കണ്ടെത്തണം എന്നും പറഞ്ഞിട്ട് സി ഐ മാർട്ടിൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് ലക്ഷ്മിയമ്മ കാർത്തിയോട് പറഞ്ഞു, മോളെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവനോട് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, എനിക്കോ തോന്നുന്നുണ്ട്.
അല്ല ഇനിയിപ്പോ കിരൺ മോനെ ആ കല്യാണ സമയത്ത് അവിടെയും കണ്ടില്ലോ. അതെ, കല്യാണി അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കിരണേട്ടനെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം കിരണേട്ടനെങ്ങാനും ആയിരിക്കോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കല്യാണി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് കല്യാണിയെ വിളിക്കുവാണ് കാർത്തിക. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ കിരണിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ കാർത്തികേച്ചി, അതൊക്കെ നേരിട്ട് കണ്ടിട്ട് പറയാം. ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല. ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് കോള് കെട്ടുകയാണ്. ആ സമയം കല്യാണി ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും പോലും ഇനിയിപ്പം ഗംഗാപ്രസാദിനെ കുറിച്ച് ചോദിക്കാനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.